ഹായ് ഓൾ, ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമുക്ക് ഓട്ടോമൊബൈൽ ബോഡീസിലൊക്കെ രണ്ട് ഷീറ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കണക്ടിങ് മെത്തേഡാണ്, അല്ലെങ്കിൽ ജോയിനിങ് മെത്തേഡാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. നമ്മൾ റിവെറ്റ് എന്നാണ് പറയുക. റിവെറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് ഈ രീതി നമ്മൾ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ റിവെറ്റുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം KEE ഓവർസിയർ ഗ്രേഡ് 3 ട്രേസർ എന്ന് പറയുന്ന ഒരു എക്സാമിലെ മെക്കാനിക്കൽ ടോപ്പിക്കിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് റിവെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ റിവെറ്റുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളെ ഇന്നത്തെ ഈ ഒരു സെഷനിൽ കൃത്യമായി തന്നെ പഠിക്കാനായിട്ട് പോകുന്നത്. സെറ്റ് അല്ലേ? അപ്പൊ നോക്കിയേ, അപ്പൊ റിവെറ്റ് എന്ന് പറയുന്ന നോക്കിയാൽ ഈ ഒരു ജോയിനിങ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയായിരിക്കും? രണ്ടോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതലോ ഷീറ്റുകളെ കൃത്യമായി നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ജോയിനിങ് എന്ന് പറയുന്നത് പെർമനന്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് എന്നുള്ള കാര്യം കൃത്യമായി തന്നെ മനസ്സിലാക്കി വെച്ചോളാം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന രീതിയിൽ നിങ്ങൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടാവും. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ? അപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ബസ്സിന്റെ പ്ലാറ്റ്ഫോമിൽ കൃത്യമായി തന്നെ നോക്കി ചില കേസുകളിൽ നമുക്ക് ഇവിടെ നോക്കി ജോയിൻ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആ രണ്ട് ഷീറ്റുകൾ പരസ്പരം ജോയിൻ ചെയ്തുകൊണ്ട് ഈ രീതിയിലുള്ള ഷേപ്പ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ? ഇനി കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ആ രീതിയിൽ നമുക്ക് രണ്ട് ഷീറ്റുകളെ കൃത്യമായി തന്നെ ജോയിൻ ചെയ്യാൻ, രണ്ടോ അധികമോ ഷീറ്റുകളെ പരസ്പരം ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് റിവെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ റിവെറ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൃത്യമായി പഠിക്കുകയാണ്. അപ്പോൾ നോക്കിയേ, ഈ റിവെറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. രണ്ട് ഷീറ്റുകളെ പരസ്പരം ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് പെർമനന്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ നമുക്ക് പല രീതിയിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നോക്കിയാൽ ജോയിനിങ് മെത്തേഡായിട്ട് നമുക്ക് കൃത്യമായി സ്ക്രൂ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ജോയിൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ബോൾട്ടും നട്ടും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ജോയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഓട്ടോമൊബൈൽ ബോഡീസിലും അല്ലെങ്കിൽ ബസ്, നമ്മൾ എക്സാമ്പിളായിട്ട് പറഞ്ഞ ഈ ബസ്സിലൊക്കെ നമ്മളെ നോക്കി റിവെറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ റിവെറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ് ചെയ്യുന്നതിലൂടെയാണ് ജോയിൻ ചെയ്യിക്കുന്ന കാര്യം പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാ നമുക്കറിയാം, ഈ ബസ് ആയിക്കോട്ടെ, നമ്മൾ കൃത്യമായി നമ്മൾ അങ്ങനെയുള്ള പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത് ബസ്സിന്റെ കാര്യം തന്നെ എടുത്തു പറയാം. അപ്പോൾ ഈ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് കൃത്യമായുള്ള വൈബ്രേഷൻസ് ഉണ്ടാവാറുണ്ട് അല്ലെ? അപ്പോൾ ഈ വൈബ്രേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ നട്ടും ബോൾട്ടും ഒക്കെ യൂസ് ചെയ്യാൻ, സ്ക്രൂ അല്ലെങ്കിൽ ആ ത്രെഡ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കണം? ഈ രീതി കൃത്യമായി വൈബ്രേഷൻ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും? അത് കൃത്യമായി തന്നെ ലൂസായി പോകാനുള്ള ഒരു സാധ്യതയില്ലേ? അപ്പോൾ ആ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? റിവെറ്റ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ റിവെറ്റ് ചെയ്യാനുള്ള കാരണം നമ്മൾ മനസ്സിലാക്കിയില്ലേ? അപ്പൊ റിവെറ്റ് എന്ന് പറയുന്ന മെത്തേഡ് ഒരു പെർമനന്റ് ആയിട്ടുള്ള മെത്തേഡാണ്. അത് കൂടാതെ നോക്കി ഈ പറയുന്ന വൈബ്രേഷൻസ് ഒക്കെ കൃത്യമായി വിത്ത്സ്റ്റാൻഡ് ചെയ്തുകൊണ്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫിറ്റ്, ദാറ്റ് മീൻസ് ആ രീതിയിൽ ഒരു ജോയിനിങ് നമുക്ക് അവിടെ ഉറപ്പ് വരുത്തിക്കൊണ്ട് ആ രണ്ട് ഷീറ്റുകളെ ഒരു പെർമനന്റ് ആയിട്ടുള്ള യൂണിറ്റ് ആക്കി മാറ്റിക്കൊണ്ടാണ് ഈ ഒരു റിവെറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ് ചെയ്തെടുക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇവിടെ രണ്ട് ഷീറ്റുകൾ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഈ പറയുന്ന A എന്ന ഷീറ്റും ദെൻ ഈ കാണുന്ന B എന്ന ഷീറ്റും, ഈ രണ്ട് ഷീറ്റുകളെ പരസ്പരം ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിവെറ്റ് എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കിയടാ എങ്ങനെയാണ് ചെയ്തത് നോക്കിയേ. ഈ രണ്ട് ഷീറ്റുകളെ പരസ്പരം നമ്മൾ എന്ത് ചെയ്താൽ ക്ലോസ് ആക്കി വെച്ചതിന് ശേഷം അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യും? ആ റിവെറ്റ് വെക്കാൻ പാകത്തിലേക്ക് നോക്കിയാൽ, റിവെറ്റ് എന്ന് പറയുന്ന ഒരു കൃത്യമായിട്ടുള്ള ഒരു സിലിണ്ടറിക്കൽ റോഡാണ്. ആ സിലിണ്ടറിക്കൽ റോഡ് നമ്മൾ എന്ത് ചെയ്യണം? ഈ രീതിയിൽ നമ്മൾ അവിടെ നോക്കിയാൽ ഡ്രില്ല് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പഞ്ച് ചെയ്തുകൊണ്ടൊക്കെ നമ്മൾ ഒരു ഹോൾ ജനറേറ്റ് ചെയ്ത് വെക്കും. അങ്ങനെ ജനറേറ്റ് ചെയ്തിട്ടുള്ള ആ ഹോളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഒരു റിവെറ്റിനെ നമുക്ക് കൃത്യമായി ഇൻസേർട്ട് ചെയ്യുകയാണ്. ഇൻസേർട്ട് ചെയ്തതിനു ശേഷം നോക്കി അതിന് യൂസ് ചെയ്യുന്ന കുറെ ടൂൾസുകൾ ഉണ്ട്. ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു? ഈ കാണുന്ന ഷേപ്പിലേക്ക് നമ്മൾ അതിനെ മാറ്റിയെടുത്തു. ക്ലിയർ അല്ലേ? നോക്കിയേ, ഈ കാണുന്ന രീതിയിൽ നമ്മൾ അതിനെ നോക്കിയ ഈ കാണുന്ന A എന്ന B നോക്കിയ ഷീറ്റും അതുപോലെ B എന്ന ഷീറ്റും നമ്മൾ എന്ത് ചെയ്തു? കൃത്യമായി തന്നെ ഒരൊറ്റ യൂണിറ്റ് ആയിട്ട് നമ്മൾ അതിനെ മാറ്റിയെടുത്തു. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ഇവിടെ നോക്കിയാ ഈ കാണുന്ന ഭാഗത്ത് നമ്മളെ ഹെഡ് അല്ലെ, നമുക്ക് ആ ഭാഗത്തേക്ക് നമുക്ക് ഒരു ഡിഫറന്റ് ഷേപ്പിലേക്ക് അതിനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ആ ഷേപ്പ് ഒക്കെ മാറ്റിയത് ഏതൊക്കെ തരത്തിലുള്ള ഷേപ്പുകൾ ഉണ്ട് എന്നൊക്കെ നമുക്ക് ഇവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓൾ ഓവർ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. രണ്ട് ഷീറ്റുകളെ, രണ്ടിൽ കൂടുതൽ ഷീറ്റുകളോ രണ്ട് ഷീറ്റുകളോ പരസ്പരം ജോയിൻ ചെയ്യാൻ, അതും പെർമനന്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് റിവെറ്റ് എന്ന് പറയുന്നത്. ആ റിവെറ്റ് എന്ന് പറയുന്നത് നോക്കിയാൽ ഈ കാണുന്ന രീതിയിൽ നമുക്ക് അതിന്റെ കൃത്യമായുള്ള പാർട്സുകൾ മനസ്സിലാക്കാം. ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിനൊരു ഹെഡ് ഉണ്ടായിരിക്കും. ആ ഹെഡിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് ഒരു ഷാങ്ക് കാണാം. ആ ഷാങ്കിന് താഴെയായിട്ട് നമുക്കൊരു ടെയിലും കാണാം. അപ്പൊ ഈ ടെയിലിന് ഒരു പ്രത്യേകത നമ്മൾ കണ്ടാൽ മനസ്സിലാക്കാം. നോക്കിയേ, ടേപ്പേഡ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അല്ലെ? നോക്കിയേ, ടേപ്പേഡ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. പെനട്രേഷൻ പെനട്രേഷൻ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ആ രീതിയിൽ നമ്മൾ ടെയിൽ നമ്മൾ ആ ഒരു പോർഷൻ കൊടുത്തിട്ടുള്ളത്. ദെൻ ഈ ഷാങ്കിന് മറ്റൊരു പേര് കൂടെ നമ്മൾ പറയാറുണ്ട്, ബോഡി എന്നും കൂടെ പറയാറുണ്ട് എന്നുള്ള കാര്യം ഇതിന്റെ കൂടെ ഒന്ന് ഓർത്ത് വെച്ചോളാം. അപ്പോൾ ഹെഡായി, ദെൻ ഷാങ്കായി, ടെയിലായി. അപ്പോൾ മൂന്ന് മെയിൻ പാർട്സുകളാണ് നമുക്ക് റിവെറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. അപ്പോൾ റിവെറ്റ് എന്ന് പറയുന്നത് രണ്ട് ഷീറ്റുകളെ പെർമനന്റ് ആയിട്ട് നോക്കിയാൽ കൃത്യമായി തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് തന്നെ ഓർത്തിരിക്കാം.
ദെൻ റിവറ്റുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ റിവറ്റിന്റെ പാർട്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നോക്കി ഹെഡ് എന്ന് പറയുന്ന പാർട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഷാങ്കിന് മറ്റൊരു പേര് പറയുന്നത് ബോഡി എന്ന് പറയാം, അതുപോലെ ടെയിൽ എന്ന് പറയുന്ന ഒരു പോർഷൻ നമുക്ക് അവിടെയുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ആ ഒരു റിവറ്റിനെ ഇൻസേർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായുള്ള രീതിയിൽ നമ്മൾ ആ രണ്ട് ഷീറ്റുകളെ പരസ്പരം നമ്മൾ പെർമനന്റ് ആയിട്ട് ജോയിൻ ചെയ്യിക്കുന്ന രീതിയാണെന്നുള്ള കാര്യം മാത്രം ഒന്ന് അറിഞ്ഞിരിക്കാം. അങ്ങനെയാണെങ്കിൽ മക്കളെ റിവറ്റിനെ നമുക്ക് എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യാൻ പറ്റുക? അപ്പൊ എന്താ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്? നമ്മളെല്ലാം നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ചെറിയ മൊബൈൽ ഫോണുകളുണ്ട്. അപ്പൊ ഈ മൊബൈൽ ഫോൺ വാങ്ങുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അതിന് സ്പെക്ക് നോക്കാന്ന് പറയും, അല്ലെ, സ്പെസിഫിക്കേഷൻ നോക്കാന്ന് പറയും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് റിവറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള നമ്മൾ ഈ ജോയിന്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് കൃത്യമായ ഒരു സ്പെസിഫിക്കേഷൻ നമുക്ക് അവിടെ ആവശ്യമായിട്ടുണ്ട്. അതിന് കൃത്യമായ ഒരു ഐഡന്റിഫിക്കേഷൻ എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡിഫറന്റ് ആയിട്ടുള്ള പർപ്പസിന് വേണ്ടി ഡിഫറന്റ് ആയിട്ടുള്ള രീതിയിലുള്ള സ്പെസിഫിക്കേഷൻ ഉള്ള ആൾക്കാരെ അല്ലെങ്കിൽ റിവറ്റുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ റിവറ്റുകളെ എന്തെല്ലാം ക്രൈറ്റീരിയ വെച്ചുകൊണ്ടാണ് സ്പെസിഫൈ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത് അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ആ ഷാങ്കിന്റെ ഈ കാണുന്ന ഈ ഷാങ്കിന്റെ ലെങ്ത് എത്രയാണ് അത് നോക്കിയിട്ട് നമ്മൾ അതിനെ സ്പെസിഫൈ ചെയ്യും. ഒന്നാമത്തെ കാര്യം. ദെൻ രണ്ടാമതായിട്ട് പറയുന്നത് നോക്കിയാ അതിന്റെ മെറ്റീരിയൽ, നമ്മൾ എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന റിവറ്റ് നിർമ്മിച്ചിട്ടുള്ളത്, ആ മെറ്റീരിയലിനെ സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ സ്പെസിഫൈ ചെയ്യും. ദെൻ സൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ കാണുന്ന ഈ ഹെഡിന്റെ ഡയമീറ്റർ ആയിരിക്കും. എത്രയാണ് അതിന്റെ ഡയമീറ്റർ എന്നുള്ളതും അത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ സ്പെസിഫൈ ചെയ്യും. ദെൻ ഫൈനലി ആ ഒരു ഹെഡിന്റെ ഷേപ്പ് ഏത് രീതിയിലാണ് ആ ഹെഡ് ഉള്ളത് എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ ഡിഫറന്റ് ആയിട്ടുള്ള ഹെഡ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഹെഡ് ഏതാണ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ ക്ലാസിഫൈ നോക്കി കൃത്യമായി സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ 4 രീതിയിലാണ് സ്പെസിഫൈ ചെയ്ത് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ കൃത്യമായി ഓർത്തിരിക്കുക, ഷാങ്കിന്റെ ലെങ്ത് എത്രയാണ്, അതൊരു സ്പെസിഫിക്കേഷൻ ആണ്. രണ്ടാമതായിട്ട് അതിന്റെ മെറ്റീരിയൽ ഏതാണ്, ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ആ ഒരു റിവറ്റ് നിർമ്മിച്ചിട്ടുള്ളത്, അത് നോക്കിയിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്യും. ദെൻ അടുത്ത നമുക്കറിയാം ഹെഡിന്റെ സൈസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഡയമീറ്റർ, അല്ലെ, കൃത്യമായി ഓർത്തിരിക്കുക, ഡയമീറ്റർ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്, ആ ഡയമീറ്റർ എത്രയാണ് നോക്കിയിട്ട് അതിനെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ദെൻ നോക്കിയാൽ ഫൈനലി നമുക്ക് അതിന്റെ ഷേപ്പ് എത്രയാണ്, ഏത് രീതിയിലുള്ള ഷേപ്പാണ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്നത് നോക്കിയിട്ട് നമ്മൾ അവിടെ കൃത്യമായി തന്നെ സ്പെസിഫൈ ചെയ്യും എന്നുള്ള കാര്യം ഓർത്ത് എന്നുള്ള ഒരു ചോദ്യമാണ്. സ്പെസിഫിക്കേഷൻ നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. എന്താണ് സ്പെസിഫിക്കേഷൻ എന്നുള്ളത് മനസ്സിലാക്കി വെച്ചോളാം. ആ ഒരു പാർട്സുകൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിത് കൃത്യമായി ഓർത്ത് വെക്കാം. ദെൻ അടുത്തത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, മെറ്റീരിയൽ വെച്ച് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ എന്ത് മെറ്റീരിയൽ നമ്മൾ റിവറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, അല്ലെ, എന്തിനാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പൊ ഇത് നിർമ്മിച്ചിട്ടുള്ള മെറ്റീരിയൽ എന്തുകൊണ്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ജോയിന്റ് നിർമ്മിക്കാൻ ആവശ്യമായുള്ള റിവറ്റ് എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ ആ കമ്പോണന്റ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഡക്ടൈൽ മെറ്റീരിയൽസ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് പറയുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് നമ്മൾ ഡക്ടൈൽ മെറ്റീരിയൽസ് റിവറ്റ് നിർമ്മിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു? വെറുതെ കാണാതെ പഠിക്കേണ്ട കാര്യം അവിടെ വരുന്നില്ല. നമ്മൾ എല്ലാവരും പഠിക്കുന്നുണ്ടാവുക ഡക്ടൈൽ മെറ്റീരിയൽ ആണ്. അത് ആ പറഞ്ഞ രീതിയിൽ നമുക്ക് ഡക്ടൈൽ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ലോ കാർബൺ ഷീറ്റ്, ദാറ്റ് ഈസ് മൈൽഡ് സ്റ്റീൽ, ബ്രാസ്, കോപ്പർ, യെല്ലോ, അലുമിനിയം തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാനുള്ളത്. നോർമലി നമ്മൾ കാണാതെ പഠിച്ചു പോകും. പക്ഷേ മക്കളെ നിങ്ങൾ ഓർത്ത് വെച്ചോളാം, ഇവിടെ നമ്മൾ ഡക്ടൈൽ മെറ്റീരിയൽസ് യൂസ് ചെയ്യാനുള്ള കാരണം ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാൻ നമുക്ക് ഒരു കാര്യം ഓർത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അവിടെ നമ്മള് കൃത്യമായി തന്നെ നമ്മളവിടെ ബസ്സിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ബസ്സിൽ നമ്മൾ ആ പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്ന സമയത്ത് അവിടെ കൃത്യമായുള്ള വൈബ്രേഷൻസ് വരുന്നു. അതേപോലെ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അപ്പോൾ ഈ ഹെഡ് ഫോം ചെയ്യുന്നത് ഹാമറിങ് ചെയ്തുകൊണ്ടാണ്. നമ്മൾ ഓൾറെഡി ആ ഫിഗർ കണ്ടിരുന്നു, അല്ലെ, ഡിഫറെന്റ് ആയിട്ടുള്ള ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഇത് ഹാമർ ചെയ്തുകൊണ്ടാണ് ഒരു സ്ട്രൈക്കിംഗ് അല്ലെങ്കിൽ ആ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടാണ് ആ ഒരു ഷേപ്പിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ മാറ്റിയെടുക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു ഷേപ്പിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് അവിടെ സ്ട്രൈക്കിംഗ് ഫോഴ്സ് കൊടുക്കേണ്ടതായിട്ട് വരും, ഹാമറിംഗ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഈ ഹാമറിങ്ങിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു മെറ്റീരിയൽ വേണം നമ്മൾ അവിടെ യൂസ് ചെയ്യാനായിട്ട്. നേരെ ഒരു ബ്രിട്ടിൽ മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുന്നു കരുതാ. ബ്രിട്ടിൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു കൃത്യമായിട്ടുള്ള ഒരു ലോഡ് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ രീതിയിലൂടെ സ്ട്രൈക്കിംഗ് വരുന്നതോടുകൂടി അത് അവിടെ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകൂലേ. അപ്പോൾ ആ രീതിയിലുള്ള മെറ്റീരിയലോട് യൂസ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പോൾ അവിടെ എന്താ ചെയ്യാൻ പറ്റുന്നത്? അടിച്ച് കൃത്യമായി തന്നെ വലിച്ചു നീട്ടി പരത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കും നമ്മളോട് യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? കൃത്യമായി ഡക്ടൈൽ മെറ്റീരിയൽസ്, ദാറ്റ് ഈസ് ഡക്ടൈൽ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ലോ കാർബൺ ഷീറ്റ്, ദാറ്റ് ഈസ് മൈൽഡ് സ്റ്റീലുകൾ കൊണ്ട്, ബ്രാസ്, കോപ്പർ, യെല്ലോ ബ്രാസ്, അലുമിനിയം തുടങ്ങിയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും നമ്മൾ റിവറ്റ് നിർമ്മിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ അല്ലേ? സെറ്റ് ചിലപ്പോൾ മറന്നു പോകില്ല. റിവറ്റ് നിർമ്മിച്ചിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് ഡക്ടൈൽ മെറ്റീരിയൽ ആയിരിക്കും. അതിന്റെ എക്സാമ്പിളുകൾ ഇനി അതിനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. മൈൽഡ് സ്റ്റീല്, ദാറ്റ് മീൻസ് മൈൽഡ് സ്റ്റീല്, ബ്രാസ്, അതേപോലെ കോപ്പർ, യെല്ലോ ബ്രാസ്, അലുമിനിയം തുടങ്ങിയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് റിവറ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡക്ടൈൽ മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത് കണക്ട് ചെയ്ത് കൃത്യമായി മനസ്സിലാക്കി വെക്കാം.
ഇനി മെറ്റീരിയൽ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് പറയേണ്ടത് നോക്കിയേ, റിവറ്റിന്റെ ഹെഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. റിവറ്റ് ഹെഡ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയ ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഇതിൽ റിവറ്റ് ഹെഡ് നമുക്ക് ഡിഫറന്റ് ആയിട്ടുള്ള ഷേപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഡിഫറന്റ് ഷേപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഡിഫറന്റ് ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഈ കാര്യങ്ങൾ നോക്കിയേ PSCക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളതുമാണ്. അപ്പോൾ ആ രീതിയിൽ എന്താണെന്നും അത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നും കൃത്യമായി നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് പഠിക്കാൻ വേണ്ടി നമ്മൾ ഓൾറെഡി കൃത്യമായി ആ ഒരു 5 ടൈപ്പുകൾ ഏതൊക്കെയാണ് ആദ്യം ലിസ്റ്റ് ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ സ്നാപ്പ് ഹെഡ് എന്നും നോക്കിയാൽ പാൻ ഹെഡ് എന്നും കോണിക്കൽ ഹെഡ് എന്നും കൗണ്ടർ സൺ ഹെഡ് എന്നും നോക്കിയാൽ ബൈഫ്രിക്കേറ്റഡ് ഹെഡ് എന്നും നോക്കിയേ 5 രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാ നോക്കിയേ ഈ ഒരു ഹെഡിന്റെ ഷേപ്പ് അനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ടൈപ്പ് ആക്കി തിരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഓരോന്നും എന്താണ് അതിന്റെ പ്രത്യേകത എന്നും എന്തിനു വേണ്ടിയിട്ടാണ് ഇതിനെ യൂസ് ചെയ്യുന്നത് എന്നുള്ളതും കൃത്യമായി ഒരു എക്സാമിന് നോക്കി ചോദിക്കും, ഉറപ്പാണ്. ആ രീതിയിൽ അത് മനസ്സിലാക്കിക്കോളാം. ദെൻ ഫസ്റ്റ് നമ്മൾ സ്നാപ്പ് ഹെഡിലേക്ക് കടക്കാണ്. അപ്പൊ സ്നാപ്പ് ഹെഡ് എന്ന് പറയുമ്പോൾ ഓർത്ത് വെക്കുക നോക്കിയേ, ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ആണ് ഈ ഒരു ഫോം. ഏറ്റവും മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഫോം ആണെന്ന കാര്യം മനസ്സിലാക്കി വെക്കാം. ഇതാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ജോയിന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ജോയിന്റ് തരുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും നോക്കിയേ, ഇതിനെ യൂസ് ചെയ്യുന്നുണ്ടാവുക ഇൻഡസ്ട്രീസിൽ, ദാറ്റ് ഈസ് നോക്കിയാൽ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസിലും കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക സ്നാപ്പ് ഹെഡിനെ യൂസ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത് കണക്ട് ചെയ്ത് പഠിച്ചുള്ള 3 കാര്യം പഠിച്ചാൽ മതിയാണ്. സ്നാപ്പ് ഹെഡ് എന്ന് പറയുന്നത് നോക്കിയാൽ നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫോം ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. കൂടുതൽ നോക്കിയാൽ സ്ട്രോങ് ആയിട്ടുള്ള ജോയിന്റ് ആണ് നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഇവിടെ സ്നാപ്പ് ഹെഡ് നിന്ന് കിട്ടുന്നുണ്ടാവുന്ന കാര്യം ഓർത്തിരിക്കാം. ഈ സ്ട്രോങ് ആയിട്ടുള്ള ജോയിന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കണം, ഈ പറയുന്ന സ്ട്രോങ് ജോയിന്റ് ഉള്ളത് കൊണ്ട് നോക്കി ഇൻഡസ്ട്രീസ് ആയി നോക്കി ഇൻഡസ്ട്രീസ് ടൈപ്പ് വരുന്ന ദാറ്റ് മീൻസ് ഒരു മാനുഫാക്ചറിംഗ് നോക്കി ഇൻഡസ്ട്രീസിലും അതുപോലെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക സ്നാപ്പ് ഹെഡിനെ ആയിരിക്കും എന്നുള്ളതും ഓർത്തിരിക്കാം. നോക്കി ഈ രീതിയിലാണ് ഇതിന്റെ ഷേപ്പ്. നോക്കി സെമി സർക്കുലർ ആയിട്ടുള്ള ഒരു ഷേപ്പ് ആയിരിക്കും ഈ പറഞ്ഞ സ്നാപ്പ് ഹെഡ് റിവറ്റുകൾക്ക് ഉണ്ടാവുക. നോക്കിയാ ഈ ഫിഗർ കാണുന്നത് നോക്കി, ഇതാണ് നമ്മൾ സ്നാപ്പ് ഹെഡ് എന്ന് പറയുന്നത്. ഈ കാണുന്ന താഴേക്കുള്ള ഭാഗം നമ്മൾ അതിന്റെ ബോഡി അല്ലെങ്കിൽ ഷാങ്ക് എന്നാണ് പറയുന്നുണ്ടാവുക എന്നുള്ളതും ഒന്ന് ഓർത്തിരിക്കാം. ഇനി ഇതേപോലെ ഈ സ്നാപ്പ് ഹെഡിന്റെ നോക്കിയ കുറച്ച് പ്രപ്പോർഷൻസ്, ആ സൈസിന്റെ പ്രപ്പോർഷൻസ് നമുക്ക് ഇവിടുന്ന് പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കി വെക്കാം, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതിന്റെ ഡയമീറ്റർ D എന്ന് പറയുന്നത് ഷാങ്കിന്റെ ഡയമീറ്റർ ആയിരിക്കും. ദാറ്റ് മീൻസ് ആ ബോഡിയുടെ ഡയമീറ്റർ ആയിരിക്കും. ഇതിനെ കൃത്യമായിട്ട് പ്രപ്പോർഷൻ ആയിട്ടാണ് ബാക്കിയുള്ള സൈസുകൾ നമ്മൾ പറയുന്നുണ്ടാവുക. ദാറ്റ് മീൻസ് ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ ഈ പറയുന്നത് നമ്മളെ നോക്കിയ സ്നാപ്പ് ഹെഡിന്റെ നോക്കിയ ഡയമീറ്റർ എന്ന് പറയുന്നത് നോക്കിയ കൃത്യമായി മനസ്സിലാക്കി വെക്കുക 1.6D ആയിരിക്കും. ഇതിൽ D എന്ന് പറയുന്നത് ഷാങ്കിന്റെ ഡയമീറ്റർ ആണ്, 1.6D എന്ന് പറയുന്നത് ഹെഡിന്റെ ഡയമീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഹെഡിന്റെ നോക്കിയ ഈ കാണുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് ഹെഡിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 0.7D വരും എന്നുള്ളതും ഓർത്തിരിക്കാം. ക്ലിയർ അല്ലേ? കാര്യം ക്ലിയർ അല്ലേ? നോക്കിയേ 1.6D എന്ന് പറയുന്നത് ഈ കാണുന്ന നമ്മുടെ ഡയമീറ്റർ ആയിട്ട് വരും. അതുപോലെ 0.7D എന്ന് പറയുന്നത് ഇതിന്റെ ഹെഡ് ആയിട്ടും വരും. നോക്കിയേ വേർ D ഈസ് ദ ഡയമീറ്റർ. നോക്കിയാൽ കൃത്യമായി ഓർത്തിരിക്കുക, ഡയമീറ്റർ ഓഫ് ദ ഷാങ്ക് അല്ലെങ്കിൽ ബോഡി ആവുന്ന കാര്യം ഓർത്തിരുന്നോളാം. ക്ലിയർ ആയി, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കാം. നോക്കിയേ സ്നാപ്പ് ഹെഡ് ആണ്. സ്നാപ്പ് ഹെഡിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, ഡയമീറ്റർ ആണ് D ആയിട്ട് ഷാങ്കിന് വരുന്നുണ്ടാവുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1.6D നമുക്ക് അതിന്റെ ഹെഡിന്റെ ഡയമീറ്റർ വരുന്നു. ദെൻ 0.7D ആയിരിക്കും നമ്മൾ ഈ പറയുന്നതിന്റെ ഹെഡ് ആയിട്ട് നോക്കി ഹെഡിന്റെ നോക്കി ആ ഒരു ഹെഡിന്റെ ഹൈറ്റും വരുന്നുണ്ടാവുക എന്നുള്ളതും മനസ്സിലാക്കിക്കോളാം. ഓക്കെ, അപ്പൊ സ്നാപ്പ് ഹെഡിന്റെ 4 കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ദാറ്റ് ഈസ് നോക്കി നമ്മളിവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടാകും. നോക്കിയ കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ജോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കിയ കൺസ്ട്രക്ഷൻ ഫീൽഡുകളിലും അതുപോലെ നോക്കിയ കൃത്യമായി മാനുഫാക്ചറിംഗ് നോക്കിയ ഇൻഡസ്ട്രീസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവുക സ്നാപ്പ് ഹെഡിനെ ആയിരിക്കും എന്നുള്ളത് വൃത്തിയിൽ തന്നെ പഠിച്ചു വെച്ചോളാം, ക്ലിയർ ആക്കി മനസ്സിലാക്കിക്കൊള്ളാം. ദെൻ അങ്ങനെയാണെങ്കിൽ അടുത്ത ടൈപ്പ് ഓഫ് ഹെഡിലേക്ക് കിടക്കാൻ ദാറ്റ് ഈസ് പാൻ ഹെഡ് ആണ്. ഒരു പാൻ ഷേപ്പിലാണ് ഇത് കാണപ്പെടുന്നുണ്ടാവുക. അപ്പൊ ഇതിന് യൂസ് ചെയ്യുന്നുണ്ട് നോക്കി കൃത്യമായി ഓർത്തിന്നുള്ള സ്ട്രക്ചറൽ വർക്കുകൾക്ക് എന്ന് പറയുമ്പോൾ അത് സ്നാപ്പ് ഹെഡ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കണം. ഇനി ആ സ്ട്രക്ചറൽ വർക്കുകൾ കുറച്ച് ഹെവി ആയിട്ടുള്ള സ്ട്രക്ചറൽ വർക്കിലേക്ക് വരികയാണ്. ഓക്കെ, ഹെവി ആയിട്ടുള്ള വർക്കിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഹെവി ആയിട്ടുള്ള സ്ട്രക്ചറൽ വർക്കുകൾക്ക് യൂസ് ചെയ്യുന്നുണ്ടാവുക പാൻ ഹെഡിനെ ആയിരിക്കും. ഒരു പാൻ ഷേപ്പിലായിരിക്കും. നോക്കി ഈ കാണുന്ന ഒരു പാൻ ഷേപ്പിലായിരിക്കും നമ്മൾ എന്തുണ്ടാവുക ഈ പറയുന്ന പാൻ ഹെഡ് ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ക്ലിയർ അല്ലടാ? ഓക്കെ, കൂടുതൽ നമുക്ക് ഈ ഹെവി സ്ട്രക്ചറൽ വർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവിടെ കൂടുതൽ സ്ട്രെങ്ത് നമുക്ക് അവിടെ കൊടുക്കാം. നോക്കിയ സ്ട്രക്ചറൽ വർക്ക് നമ്മൾ ഹെവി ആയിട്ടുള്ള സ്ട്രക്ചറൽ വർക്ക് എന്ന് പറയുമ്പോൾ നോക്കിയ കൃത്യമായി തന്നെ കൂടുതലായിട്ടുള്ള സ്ട്രെങ്ത് നമുക്ക് അവിടേക്ക് ആവശ്യമായിട്ട് വരും. ആ ഒരു സ്ട്രെങ്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക പാൻ ഹെഡിനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ
ഈ പാൻ ഹെഡിന്റെ പ്രപ്പോർഷൻസ് നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. ആ പ്രപ്പോർഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഡയമീറ്റർ ഡി എന്ന് പറയുന്നത് ഷാങ്കിന്റെ ഡയമീറ്റർ ആയിരിക്കും. ഇത് തന്നെ നമുക്ക് നോക്കാം. ഈ കാണുന്ന നമുക്ക് ലോവർ ആയിട്ടുള്ള ഡയമീറ്റർ ദാറ്റ് ഈസ് 1.6 ഡി ആയിരിക്കും. ഇനി അപ്പർ ആയിട്ട് നമുക്ക് ഡയമീറ്റർ കാണുന്ന ദാറ്റ് ഈസ് അത് ഡി ആയിരിക്കും. ഇവിടെയുള്ള അതേ ഡയമീറ്റർ തന്നെ ആയിരിക്കും, ഷാങ്ക് ഡയമീറ്റർ തന്നെ നമുക്ക് ടോപ്പ് ഫേസിൽ നമുക്ക് ടോപ്പ് സർഫേസിൽ ഉണ്ടായിരിക്കുക. ദെൻ ഹൈറ്റ് എന്ന് പറയുന്നത് 0.7 ഡി എന്ന രീതിയിലായിരിക്കും ഉണ്ടാകുക എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഷാങ്കിന്റെ അല്ലെങ്കിൽ ബോഡിയുടെ ലെങ്ത് ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി വെച്ചോളാം. ക്ലിയർ അല്ലടാ? ഡയമീറ്റർ ഡി ആണ്, ദെൻ അപ്പർ ഡയമീറ്റർ 1.6 ഡി ആണ്, ദെൻ നോക്കി ലോവർ ഡയമീറ്റർ ആണ് 1.60 വരിക, ദെൻ അപ്പർ ഡയമീറ്റർ ഡി ആണ്. ഇപ്പോൾ ഈ കാണുന്നതാണ് ഡി എന്ന് പറയുന്നത്. ക്ലിയർ അല്ല? ഈ കാണുന്ന ഡി, ഇത് ഡി ആണ്. ദെൻ ഈ കാണുന്നത് നോക്കുക, ഈ കാണുന്ന ഡയമീറ്റർ എന്നുള്ളത് നോക്കിയാൽ കൃത്യമായി തന്നെ മനസ്സിലാക്കി വെക്കുക. ദാറ്റ് ഈസ് 1.6 ഡി ആണ് വരുന്നത്. ഓക്കെ, 1.6 ഡി ആയിരിക്കും വരുന്നത് എന്നുള്ള കാര്യം കൃത്യമായി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെച്ചോളാം. സെറ്റ് അല്ലേ? ദെൻ അടുത്ത നമുക്ക് പാൻ ഹെഡ് കഴിഞ്ഞു. മൂന്നാമത്തെ ടൈപ്പ് ദാറ്റ് ഈസ് കോണിക്കൽ ഹെഡ് ആണ്. അടുത്ത ടൈപ്പിലേക്ക് വരികയാണ്. കോണിക്കൽ ഹെഡ് കോണിക്കൽ ഷേപ്പിലാണ് ഉണ്ടായിരിക്കുക. ഇതിന് പ്രത്യേകത ഓർത്ത് മക്കളെ, നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള വർക്കുകൾക്ക് വേണ്ടിയിട്ടാണ് ഇവനെ യൂസ് ചെയ്യുക. ഇവനെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് വർക്കുകളാണല്ലോ. അപ്പൊ ഈ ലൈറ്റ് വർക്കുകൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹാമർ ചെയ്യുന്നതിന് നമ്മളെ ഹാൻഡ് യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അത് തന്നെയാണ് ഗോൾഡൻ പോയിന്റ് ആണ് ഓർത്തിരിക്കേണ്ടത്. ഇവിടെ റിവെറ്റിംഗ് ചെയ്യുന്നത് ഹാൻഡ് ഹാമറിംഗിലൂടെയാണെന്നെങ്കിൽ റിവെറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഹെഡ് ഫോം ചെയ്തെടുക്കുക, കോൺ ഷേപ്പിലേക്ക് ആ ഒരു ഹെഡിനെ മാറ്റിയെടുക്കുക. അപ്പോൾ ആ രീതിയിൽ ചെയ്യുന്നത് ലൈറ്റ് ആയിട്ടുള്ള പാർട്സുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. കൂടാതെ ഓർത്തിരിക്കുക, ദാറ്റ് ഈസ് നമുക്ക് ഹാൻഡ് യൂസ് ചെയ്തുകൊണ്ടാണ് ഹാമറിംഗ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ടൈപ്പ് കോണിക്കൽ ഹെഡ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ല? അങ്ങനെയാണെങ്കിൽ അടുത്ത ടൈപ്പിലേക്ക് കടക്കാൻ ദാറ്റ് ഈസ് കൗണ്ടർ സംഘ് ഹെഡ് ആണ്. കൗണ്ടർ സംഘ് ഹെഡിലേക്ക് വരുമ്പോൾ നമ്മൾ അതിന്റെ ഫിഗറിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇതുവരെ കണ്ടതുപോലെയല്ല, കുറെ കാര്യങ്ങൾ അവിടെ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന കാര്യം മാത്രം ഇവിടുന്ന് പഠിച്ചാൽ മതിയല്ല. ഇറ്റ് ഈസ് യൂസ്ഡ് വെയർ പ്രൊജക്ഷൻ ഓഫ് ദ റിവറ്റ് ഹെഡ് ഈസ് ടു ബി അവോയ്ഡഡ്. ചില കേസുകൾ നമുക്ക് പ്രൊജക്ട് ചെയ്ത് വെക്കുന്ന ഭാഗത്ത് നമുക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫേസ് ആയിട്ട് കിട്ടണം, പക്ഷെ നമുക്ക് റിവറ്റും ചെയ്തെടുക്കണം. അപ്പോൾ ആ രീതിയിൽ പ്രൊജക്ഷൻ നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യം നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് കരുതാം. ദാറ്റ് ഈസ് നമുക്ക് ഷിപ്പ് ബിൽഡിംഗിൽ ഷിപ്പ് ഒക്കെ നമ്മൾ നിർമ്മിക്കാൻ കരുതാം. ആ ഷിപ്പ് നിർമ്മിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഫ്ലഷ് സർഫേസ് നമുക്ക് ആവശ്യമായിട്ട് വന്നു എന്ന് കരുതാം. ദാറ്റ് ഈസ് ലെവൽഡ് സർഫേസ്. ഫ്ലഷ് സർഫേസ് മീൻസ് ലെവൽഡ് സർഫേസ് നമുക്ക് ആവശ്യമായിട്ട് വന്നു. അവിടെ നമുക്ക് ആ സർഫേസിന് ഒരു പ്രൊജക്ഷനും പാടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഓപ്റ്റ് ചെയ്യുക ആരെയാണ്? കൗണ്ടർ സംഘ് ഹെഡിനെ ആയിരിക്കും. കൗണ്ടർ സംഘ് ഹെഡിനെ ആയിരിക്കും. ക്ലിയർ ആയി തന്നെ ഓർത്തിരിക്കുക. ദാറ്റ് മീൻസ് നമ്മൾ പറഞ്ഞുള്ള കാര്യം എന്താണ്? അവിടെ പ്രൊജക്ഷൻ നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. ഷിപ്പ് ബിൽഡിംഗ് സമയത്ത് നമുക്ക് അവിടെ ഒരു ഫ്ലഷ് സർഫേസ് ആവശ്യമായിട്ട് വന്നു, ലെവൽഡ് സർഫേസ് നമുക്ക് ആവശ്യമായിട്ട് വന്നു. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക ആരെയാണ്? കൗണ്ടർ സംഘ് ഹെഡിനെ ആയിരിക്കും. ക്ലിയർ ആയി തന്നെ മനസ്സിലാക്കിക്കൊള്ളാം, സെറ്റ് ആക്കിക്കൊള്ളാം. ദെൻ അങ്ങനെയാണെങ്കിൽ കൗണ്ടർ സംഘ് ഹെഡിന്റെ ആ ഡയമെൻഷൻസ് കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് ഡയമീറ്റർ ദാറ്റ് ഈസ് നമ്മൾ ഓൾറെഡി കണ്ടതുപോലെ തന്നെ ഷാങ്കിന്റെ ഡയമീറ്റർ ആണ്. ലെങ്ത് എന്ന് പറയുന്നത് ഷാങ്കിന്റെ ലെങ്ത് ആണ്. ഇനി ഇവിടെ ഈ കാണുന്ന അപ്പർ പോർഷൻ നമുക്ക് 1.7 ഡി ആണ് വരുന്നുണ്ടാവുക. ഇതിന്റെ ഹെഡ് ഹൈറ്റ് എന്ന് പറയുന്നത് 0.45 ഡി ഡയമീറ്ററും ആയിരിക്കും. ഇത് ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചോളാം, ക്ലിയർ ആക്കി വെച്ചോളാം. ഓക്കെ അല്ല? കൗണ്ടർ സംഘ് ഹെഡ് ആണ്. പ്രൊജക്ഷൻ ആവശ്യമായിട്ട് വരുന്നില്ല. ഷിപ്പ് ബിൽഡിംഗ് ആ ഒരു സർഫേസ് നമ്മൾ നിർമ്മിക്കുന്ന സമയത്ത് ഫ്ലഷ് ആയിട്ടുള്ള സർഫേസ് ആവശ്യമായിട്ട് വന്നു. അവിടെ നമ്മൾ ഓപ്റ്റ് ചെയ്യും ആരെ? കോണിക്കൽ ഹെഡിനെ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? സോറി, കൗണ്ടർ സംഘ് ഹെഡിനെ. ക്ലിയർ അല്ല? സാധനം ക്ലിയർ അല്ലേ? ദെൻ അങ്ങനെയാണെങ്കിൽ അടുത്ത് നമുക്ക് നോക്കേണ്ടതില്ല. ബൈഫുക്രേറ്റഡ് ഹെഡ് ആണ്. അപ്പോൾ എന്താണ് ഈ ബൈഫ്രിക്കേറ്റഡ് ഹെഡ് എന്ന് പറയുന്നത്? ഇതിന്റെ ഷേപ്പിൽ കുറെ ഡിഫറൻസ് കാണാം അല്ലെ? രണ്ട് ഒരു കാല് പോലെയൊക്കെയാണ് ഉള്ളത് അല്ലെ? ഒരു കാല് പോലെയൊക്കെയാണുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നതാ? ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള പാർട്സുകൾ വരുന്നു. ദാറ്റ് ഈസ് നമുക്ക് പ്ലേറ്റുകളും ലെതർ അത് ടിൻ പ്ലേറ്റുകളും ലെതറും പ്ലാസ്റ്റിക്കും പോലെയുള്ള ലൈറ്റ് ആയിട്ട് അതുകൊണ്ട് നിർമ്മിച്ചുള്ള ലൈറ്റ് പാർട്സുകൾ നമുക്ക് എന്ത് ചെയ്യണം? ഫാസ്റ്റൻ ചെയ്യണം. ദാറ്റ് മീൻസ് ജോയിൻ ചെയ്യിക്കണം എന്ന് കരുതാം. പരസ്പരം കൃത്യമായി നമുക്ക് ജോയിൻ ചെയ്യിക്കണം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ലൈറ്റ് ആയിട്ടുള്ള ആളാണ് അല്ലെ? ലൈറ്റ് ആയിട്ടുള്ള വർക്കുകളാണ്. ദാറ്റ് മീൻസ് അവിടെ ലൈറ്റ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി ഓർത്തിരിക്കുക, ടിൻ പ്ലേറ്റുകൾ, ലെതർ, പ്ലാസ്റ്റിക് പോലെയുള്ളതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഫാസ്റ്റൻ ചെയ്തെടുക്കണം. ദാറ്റ് മീൻസ് അവിടെ നമുക്ക് കൃത്യമായി തന്നെ ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ രീതിയിലുള്ള ഈ രണ്ട് കാലുകൾ വെക്കുന്ന രീതിയിലുള്ള ബിഫ്രിക്കേറ്റഡ് പോർഷൻ ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു പോർഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ആണ് എന്ന് പറയുന്നത് ബിഫ്രിക്കേറ്റഡ് ഹെഡ് എന്ന് പറയുന്നത്. വളരെ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ 5 ടൈപ്പ് ഹെഡുകളെ പറ്റി നമ്മൾ പറഞ്ഞു. ഒന്നാമത് സ്നാപ്പ് ഹെഡ് ആണ്. ദെൻ അടുത്ത് നമുക്ക് പാൻ ഹെഡ് എന്താണെന്ന് പഠിച്ചു. ദെൻ കോണിക്കൽ ഹെഡ് എന്താണെന്ന് പഠിച്ചു. കൗണ്ടർ സംഘ് ഹെഡ് എന്താണെന്ന് പഠിച്ചു. ആൻഡ് ഫൈനലി നമ്മള് ബിഫ്രിക്കേറ്റഡ് ഹെഡ് അല്ലെങ്കിൽ ബൈഫ്രിക്കേറ്റഡ് ഹെഡ് എന്താണെന്നുള്ളതിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് തന്നെ കണക്ട് ചെയ്ത് മനസ്സിലാക്കി. അപ്പോൾ 5 ടൈപ്പ് ഹെഡുകളും എവിടെയാണ് യൂസ് ചെയ്യുന്നത്, ഇതിൽ പറഞ്ഞിട്ടുള്ള പ്രപ്പോർഷൻസ് എന്തൊക്കെയാണ്,
വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടന്റ് റിവറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ പഠിച്ചു വെക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലെ? സെറ്റ് അല്ലേ? അപ്പൊ നമ്മൾ നോക്കിയില്ല എന്തൊക്കെ കാര്യങ്ങൾ. റിവറ്റ് എന്താണ് നോക്കി, അതൊരു പെർമനന്റ് ജോയിനിങ് മെത്തേഡ് ആണ്. രണ്ടോ അധികമോ ഷീറ്റുകളെ കൃത്യമായി ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന, പെർമനന്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണെന്ന കാര്യം നമ്മൾ പഠിച്ചു. ഈ മെത്തേഡ് നമ്മൾ കൃത്യമായി ഓർത്തിരിക്കുക. ഈ മെത്തേഡ് നമ്മൾ കൃത്യമായി യൂസ് ചെയ്യും. ആ റിവറ്റിന്റെ ആ ഒരു പാർട്സുകൾ നമ്മൾ പഠിച്ചുള്ളത് എന്തൊക്കെയാണ്? ഹെഡ്, അതുപോലെ ഷാങ്ക്, ദെൻ ടെയിൽ ആണ് അല്ലെ. ഷാങ്കിന്റെ മറ്റൊരു പേര് പറഞ്ഞു ബോഡി എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഓർത്തിരിക്കണം നമ്മളെ ഈ പറയുന്ന റിവറ്റ് എന്ന് പറയുന്ന സ്പെസിഫിക്കേഷൻ എന്തൊക്കെ യൂസ് ചെയ്ത് പറഞ്ഞ റിവറ്റിന്റെ നോക്കി ആ ഒരു ഹെഡ് ഷേപ്പ് ഏതാണ് നോക്കിയിട്ട് നമ്മൾ അതിനെ സ്പെസിഫൈ ചെയ്യുന്നു പറഞ്ഞു. അത് നിർമ്മിച്ചിട്ടുള്ള മെറ്റീരിയൽ ഏതാണ് നോക്കിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ദെൻ ആ ഒരു ഷാങ്കിന്റെ ഡയമീറ്റർ എങ്ങനെയാണ് നോക്കി പറഞ്ഞു. ഷാങ്കിന്റെ കൃത്യമായ ലെങ്ത് എത്രയാണ് നോക്കിയിട്ട് പറഞ്ഞു. അതേപോലെ തന്നെ ഹെഡിന്റെ ഡയമീറ്റർ എത്രയാണ് നോക്കിയിട്ട് നമ്മൾ അതിനെ നോക്കി കൃത്യമായി സ്പെസിഫൈ ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ആ കാര്യങ്ങൾ ക്ലിയർ ആയി തന്നെ പഠിച്ചു വെക്കുക, മനസ്സിലാക്കി വെക്കുക. വളരെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് 5 ടൈപ്പ് ഓഫ് ഹെഡ് ആണ് നമുക്കിവിടെ വരുന്നത്. ആ ടൈപ്പ് ഓഫ് ഹെഡുകൾ എവിടെയൊക്കെ എന്തൊക്കെ പർപ്പസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ പ്രപ്പോർഷൻ, സൈസിന്റെ പ്രപ്പോർഷൻ എന്തൊക്കെയാണെന്നുള്ള കാര്യം പഠിച്ചു വെക്കുക, ക്ലിയർ ആക്കി വെച്ചോളാം. ഓക്കെ, സെറ്റ് അല്ലേ? അതെ, അതിന്റെ കൂടെ തന്നെ ഓർത്തിരിക്കേണ്ട കാര്യം, ഇത് നിർമ്മിക്കുന്ന മെറ്റീരിയൽ ഡക്റ്റൈൽ മെറ്റീരിയൽ ആണ്. എന്തുകൊണ്ട് ഡക്റ്റൈൽ മെറ്റീരിയൽ വരുന്നതാ നമ്മൾ പഠിച്ചോ. ദാറ്റ് ഈസ് അവിടെ കൃത്യമായ വൈബ്രേഷനെ കൃത്യമായിട്ട് വിസ്റ്റാൻഡ് ചെയ്യണം. അവിടേക്ക് സ്ട്രൈക്കിംഗ് ഫോഴ്സ് വരുന്ന സമയത്ത് ഒരു രീതിയിലും പൊട്ടിപ്പോകാതെ കൃത്യമായി എല്ലാ അടികളെയും കൃത്യമായിട്ട് നോക്കിടാ ആ സഹിച്ച് ആ രീതിയിൽ ഷേപ്പിലേക്ക് അതിന് മാറ്റിയെടുക്കണം. ആ രീതിയിൽ ഒരു മെറ്റീരിയൽ വേണം അവിടെ യൂസ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ആ രീതിയിൽ മെറ്റീരിയൽ ഡക്റ്റൈൽ മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഡക്റ്റൈൽ മെറ്റീരിയൽ യൂസ് ചെയ്തത്. അങ്ങനെ തന്നെ പഠിക്കുക, അങ്ങനെ തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഈ ടോപ്പിക്കുകൾ നിങ്ങൾ കവർ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ സിലബസ് ഒക്കെ മാറി, സിലബസ് മാറിയും കൊണ്ട് ഇനി പഠിക്കാൻ പറ്റുമോ? പഠിച്ച കാര്യങ്ങൾ കൃത്യമായി നമുക്ക് ഇത്രയും കാലം യൂസ് ചെയ്ത് നമുക്കറിയാം 1000 മുകളിൽ അഡ്വൈസുകളാണ് ലാസ്റ്റ് ലിസ്റ്റിൽ നിന്ന് പോയിട്ടുള്ളത്. ചെറിയ നമ്പർ അല്ല. അപ്പോൾ ഇത്രയും വലിയ ഒരു അഡ്വൈസ് വരുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ നിർബന്ധമായിട്ട് കൃത്യമായിട്ട് പഠിച്ചു കൊണ്ടുവരിക, ആ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് നല്ലൊരു റാങ്കിൽ എത്തിക്കൊണ്ട്, നിങ്ങൾക്കറിയാം അല്ലെ, 1517 പേര് ലിസ്റ്റ് ഇട്ടിരുന്ന ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 1100 നോക്കിയ മെയിൻ ലിസ്റ്റ് ആളെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പാരലൽ ആയിട്ട് ലിസ്റ്റുകൾ വരുന്നത് കൊണ്ട് തന്നെയാണ് ഈ ലിസ്റ്റിൽ നിന്ന് കൂടുതൽ ആൾക്കാർ എടുത്തു പോകുന്നതിൽ സംശയമില്ല. ഇതേ അവസ്ഥ ഇനിയുള്ള വർഷങ്ങളിലും വരും. ഓൾറെഡി നമ്മൾ കുറെ നോക്കി കൃത്യമായിട്ടുള്ള സിവിലുമായി ഓറിയന്റ് ആയിട്ടുള്ള കുറെ എക്സാമുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഗ്രേഡ് 3, ഗ്രേഡ് 2, ഗ്രേഡ് 1 അതുപോലെ എക്സാംസുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ലെവലിലുള്ള ആൾക്കാരൊക്കെ കൃത്യമായി അവിടെ ഹയർ പോസ്റ്റിലേക്ക് വരുന്ന സമയത്ത് അതിലേക്ക് മാറിപ്പോകും. അപ്പോൾ ഇതിന് പാരലായിട്ട് വരുന്ന ഈ ലിസ്റ്റിൽ നിന്ന് ആൾക്കാർ ഉണ്ടെന്നെങ്കിൽ അവിടുന്ന് അങ്ങോട്ടേക്ക് മാറും, അതിൽ സംശയമില്ല. അപ്പോൾ ഈ രീതിയിൽ കൃത്യമായി നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ നിന്ന് കയറി പിടിക്കാൻ നോക്കിയാൽ മതിയടാ, ജോലി ഉറപ്പാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഈ ഒരു ചാൻസ് നിങ്ങൾക്ക് സിവിൽ ആയിക്കോട്ടെ മെക്കാനിക്കൽ ആയിക്കോട്ടെ ഒരാളും മിസ്സാക്കാൻ പാടില്ല. അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്, കൺഫർമേഷൻ കൊടുത്തുള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിനു വേണ്ടിയിട്ട് പഠിച്ചോളാം. നമുക്ക് എക്സാം എന്തായാലും ഒക്ടോബർ അല്ലെങ്കിൽ ഒക്ടോബർ തന്നെ ഉണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മെക്കാനിക്കൽ പോർഷൻസ് ആഡ് ചെയ്ത് വന്നിട്ടുള്ള മെക്കാനിക്കൽ പോർഷൻസ് കുറച്ച് കടുപ്പമായിട്ടോ അല്ലെങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ടാകും. അപ്പോൾ ആ രീതിയിൽ നോക്കി ആ രീതിയിലുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സൈലന്റ് ടെക്നിക്കൽ പുതിയൊരു കോഴ്സ് നോക്കിയേ ഈ പറയുന്ന ജൂലൈ 28 ക്ലിയർ അല്ലേ മക്കളെ? ജൂലൈ 28 നമ്മൾ ഈ ഒരു നോക്കിയ പുതിയൊരു കോഴ്സ് മെക്കാനിക്കൽ ടോപ്പിക്സ് വരുന്ന പുതിയൊരു കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃത്യമായി തന്നെ ലൈവ് പ്ലസ് റെക്കോർഡഡ് ആയിട്ടുള്ള ഒരു ബാച്ച് ആയിരിക്കും ഇത് ഉണ്ടായിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ കയറി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള രീതിയിൽ മെക്കാനിക്കൽ ടോപ്പിക്കുകൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിപ്പിക്കാൻ പറ്റുന്ന ഫാക്കൽറ്റി ഒരു വിങ് തന്നെയാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. അവിടെ എല്ലാവരും കൃത്യമായിട്ടുള്ള കൺസെപ്റ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് നോക്കി സിവിലർ ആയിക്കോട്ടെ മെക്കാനിക്കൽ ആയിക്കോട്ടെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കൺസെപ്റ്റുകൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ക്ലാസ്സുകളായിരിക്കും ഇതിൽ ഉണ്ടാവുക. കൃത്യമായിട്ട് ടോപ്പിക് ടെസ്റ്റുകളും സബ്ജക്ട് ടെസ്റ്റുകളും അതുപോലെ മോക്ക് ടെസ്റ്റുകളും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ബാച്ച് ആയിരിക്കും ഇത്, അതിന് സംശയമില്ല. നമുക്ക് ബാച്ച് തുടങ്ങുന്നുണ്ടാവുക നോക്കി 28 ജൂലൈ മാസം 28 നമ്മുടെ ഒരു കോഴ്സ് കൃത്യമായി ലോഞ്ച് ചെയ്യപ്പെടും. അതിനുശേഷം കൃത്യമായുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും. അത് കൂടാതെ നോക്കിയേ ഇതിന് ഇത്രയും കോഴ്സുകൾ ഈ രീതിയിലുള്ള അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള ഈ ഒരു കോഴ്സ് നിങ്ങൾ ചിന്തിക്കുന്ന വലിയൊരു ഫീസ് ആയിരിക്കും അല്ലെ, വലിയൊരു ഫീസ് ആയിരിക്കും. കൃത്യമായി നമ്മൾ ഫീസ് നോക്കിയ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് 3,999 ആയിരുന്നു. പക്ഷേ ഏർലി ബേർഡ് ഓഫറും കൃത്യമായി നിങ്ങൾക്ക് ഈ രീതിയിലുള്ള നോക്കിയ സപ്പോർട്ട് തരുന്ന രീതിയിൽ നമുക്ക് സൈലന്റ് ടെക്നിക്കൽ ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ്, ദാറ്റ് മീൻസ് ഒരു 1000 പോലും ഇല്ലാതെ നോക്കിയ 999 എന്ന് പറയുന്ന നോക്കിയ കൃത്യമായ ഒരു ഫിഗർ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാ ഈ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുകയാണ്. കാര്യം നോക്കിയ 999 എന്ന് പറയുന്ന അത്രയും ചെറിയൊരു ഫീസിലാണ് നമ്മൾ ചെയ്തത് ഈ ഒരു കോഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നുള്ള കാര്യം ക്ലിയർ ആയി തന്നെ മനസ്സിലാക്കിക്കോളാം. അപ്പൊ നോക്കിയേ അഡ്മിഷൻ ഇതുവരെയും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നോക്കി ഈ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ വിളിച്ച് നോക്കിയാ, ഈ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾ വിളിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. നന്നായിട്ട് പഠിക്കുക. കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലിസ്റ്റിലേക്ക് നോക്കി ഹയർ ലിസ്റ്റിലേക്ക് ഹയർ പോസ്റ്റിലേക്ക് എത്താൻ പാടില്ലെങ്കിൽ ഒരു രീതിയിൽ ഹയർ റാങ്കിലേക്ക് എത്താൻ പാകത്തിലേക്ക് നിങ്ങൾക്ക് സെറ്റായി കിട്ടും, അത് സംശയമില്ല. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം.
വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഓൾ.